ഹായ് മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. മമ്മ ഇന്ന് എന്താ ചെയ്യാൻ പോണേ? മമ്മ ചെയ്യാൻ പോണത് നമ്മളെ കിച്ചണിൽ നിന്ന് ഇപ്പൊ പണി കഴിഞ്ഞിങ്ങനെ ഇറങ്ങി. അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ പ്ലാവിൽ ഒരുപാട് കുനുകുനോന്ന് ഇടിഞ്ചക്ക ഉണ്ടായി കിടക്കണം. അപ്പൊ നമുക്കൊരു ഇടിഞ്ചക്കത്തോരൻ ഉണ്ടാക്കാന്ന് കരുതി ഉച്ചത്തേക്ക്. അതിനായിട്ട് ഞാനിപ്പോ കിച്ചണിൽ നിന്ന് ഇറങ്ങി വന്ന് കത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഇടിഞ്ചക്ക ഇട്ട് കളയാം. ആ പ്ലാവില് ചക്ക ഇടിഞ്ചക്കയ്ക്ക് വളരെ നല്ലതാണ്. ചക്കപ്പഴം അടിപൊളി അടിപൊളി മധുരവും ടേസ്റ്റും. ചക്ക വരട്ടിയ സൂപ്പർ, ചക്ക കുഴയ്ക്കാൻ നല്ലത്. അപ്പം ഇതിനെല്ലാം നല്ലതാണ്. അപ്പം ഞങ്ങൾ തൽക്കാലം ഇപ്പം ഇടിഞ്ചക്ക പാകം ആയുള്ളൂ. അതുകൊണ്ട് ഒരു ചക്ക പോയി ഇട്ട് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് ഇടിഞ്ചക്ക ഉണ്ടാക്കി കളയാം. എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണണതിന് മുമ്പ് ഇടിഞ്ചക്ക തയ്യാറാക്കി കഴിയണം. അതെ. അപ്പം നമുക്ക് നമ്മുടെ മുറ്റത്തിന് തൊട്ട് പുറത്തായിട്ടായി പ്ലാവ് നിൽക്കണേ. അവിടെ പോയി ചക്ക ഇട്ടാലോ? ഇടാം, പോയി കളയാം. അതെ. ചക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന ഫലമാണ് ചക്ക. വളരെയധികം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കലവറയാണ് ചക്ക, അല്ലേ? ചക്കയുടെ ഇടിഞ്ചക്ക പ്രായം തൊട്ട് തന്നെ ചക്ക നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പാചകത്തിനൊക്കെ ആയിട്ട് ഇടിഞ്ചക്ക തൊട്ട് തന്നെ. ഇടിഞ്ചക്ക എന്ന് പറയുമ്പോൾ ചക്ക ഒരു 45 ദിവസം ചക്ക ഉണ്ടായി 45 ദിവസം പ്രായമായിട്ടുള്ള ചക്കയ്ക്കാണ് ഇടിഞ്ചക്ക എന്ന് നമ്മൾ പറയുന്നത്. അതെ അതെ അതെ. അത് തൊട്ട് തന്നെ നമ്മൾ കറി വെച്ച് ഉപയോഗിച്ചൊക്കെ തുടങ്ങും. ധാരാളം വൈറ്റമിൻസ്, അതായത് വൈറ്റമിൻ എ, സി, അതുപോലെ മിനറൽസ് ആയ പൊട്ടാസ്യം, മാഗ്നീഷ്യം എന്ന് തുടങ്ങിയ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചക്ക. നമ്മള് ഈ ചക്ക കൊണ്ട് കഴിഞ്ഞ വർഷം എത്ര ഐറ്റം ഞാൻ മറന്നുപോയി. ഒരുപാട് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ചക്കപ്പുഴുക്ക്, ചക്ക മെഴുക്ക് വരട്ടി, പിന്നെ ചക്ക ഇറച്ചി, അങ്ങനെ പല ഐറ്റം അല്ലേ. ചക്ക ലസ്സി, ചക്ക പായസം. ചക്ക പായസം ഇട്ടിട്ടില്ല നമ്മള്. ഇട്ടിട്ടില്ല. ഇത് ചക്ക വരട്ടിയത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ. കുമ്പളപ്പം. അതെ. അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ തൽക്കാലം ഇപ്പൊ നിറയെ ഇതിൽ ചക്ക കിടപ്പുണ്ട്. നമുക്കൊരു ഇടിഞ്ചക്ക വെട്ടിയെടുക്കാം. ഇടിഞ്ചക്ക പാകം ഇപ്പൊ ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് പിടിച്ചോ മുകളിലേക്കുള്ള ചക്കയുടെ പടാട്ടോ. ഞാനെന്നാ താഴെ കിടക്കണം നല്ലത് നോക്കി ഒരെണ്ണം വെട്ടിയെടുക്കാം. ഞാനിത് പിടിച്ച എന്നാന്നോ ഈ നെടുമ്പേല് കുറേ കിടപ്പുണ്ട്. അപ്പൊ ഇത് മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോഴേ ഒരു പ്രശ്നമാവും. ഇത് ഇങ്ങനെ വിഷയാവും. ഇത് ഒന്നിച്ചു കൂടി കിടന്നാൽ ചിലപ്പോ ഞെട്ട് വിട്ടുപോരുമല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരെണ്ണം അങ്ങ് കട്ട് ചെയ്യാം. കട്ട് ചെയ്യട്ടെ? കാണാമോ? ഒറ്റ വെട്ടിനിരിക്കും. അടിപൊളി. വിളങ്ങീനാണ് വീഴുന്നത്. ഇത് ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്നറിയാം. ഒന്നുമല്ലെങ്കിൽ കത്തിയോ കോലോ ചിരട്ടയോ ഏതെങ്കിലും കൊണ്ട് ഒപ്പിയെടുക്കുക. ഇപ്പം അതൊന്നും ചെയ്യണില്ല. അത് എൻ്റെ ഒരു മെത്തേഡ് കണ്ടോട്ടോ. മണ്ണിലേക്ക് വെക്കുക. മണ്ണിലേക്ക് വെച്ച് ഒന്ന് ഇത് ചെയ്യുക. മൊനയല്ല ഞെട്ട കേട്ടോ. ഞെടുമ്പോൾ അപ്പം അതിലേക്ക് മുഴുവൻ ഇതായിക്കോളും. ഇനി നമുക്ക് കുറച്ച് നേരം വെച്ചത് വെട്ടിയെടുക്കാം. അതുപോലെ നോക്കട്ടെ. എല്ലാം നല്ല ഉരുണ്ടിരിക്കണല്ലേ. അതെ, ഇതാണ് ഇടിഞ്ചക്കയ്ക്ക് പ്രായമായിട്ടുള്ള ചക്കയാണത്. ഈ നമ്മൾക്ക് ശരിക്കും സ്വന്തം പറമ്പിലിങ്ങനെ ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് വെട്ടിയെടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ എല്ലാവർക്കും ഇപ്പൊ പറമ്പിൽ കിട്ടണമെന്നില്ല കേട്ടോ. പറമ്പിൽ കിട്ടുവാണെങ്കിൽ അത് കൂടുതൽ രുചികരമായിരിക്കും. പച്ചച്ചക്കയിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിഞ്ചക്ക കൊണ്ട് വേറൊരു ഐറ്റം തയ്യാറാക്കാനുണ്ട്. ഇപ്പം ഞാനത് പറയൂല. നമ്മളത് ചെയ്തിട്ടുണ്ട് ഇവിടെ, പക്ഷേ വീഡിയോയിൽ പിടിച്ചിട്ടില്ല. അത് നമുക്കൊരു ഈ ഇടിഞ്ചക്ക പാകം പോകുന്നതിന് മുമ്പ് തന്നെ ഇട്ട് ചെയ്യണം കേട്ടോ. ഏതാന്നുള്ളത് ഞാൻ പറയുന്നില്ല. പ്രേക്ഷകർക്ക് ചെയ്യുമ്പോ അറിഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇനി ഇടിഞ്ചക്ക ഉണ്ടാക്കാം. ഒരു ഉച്ചത്തേക്ക് കറി ആവണം. നമ്മളിപ്പോ 11 മണിയായി. അപ്പൊ നമുക്ക് ഉച്ചത്തെ ഊണിന് ഇത് നിർബന്ധമായിട്ട് വേണം കേട്ടോ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങിയാലോ? തുടങ്ങാം. അങ്ങനെ ഞങ്ങള് ഈ ഇടിഞ്ചക്കയുടെ പരിപാടി ആയതുകൊണ്ട് മുറ്റത്ത് വെച്ചാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇതൊരു ഈ തുണ്ടക്കയും ഒരു ചാക്കിൻ്റെ പുറത്തേക്ക് ഇട്ടേച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകാം. അത് ആദ്യം ഞാൻ ചെയ്യണം. എൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നടുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം. ആദ്യം കാണിച്ചു കൊടുക്കാം. ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സർക്കിളായിട്ട് നമ്മൾ ചെയ്യണ ഇതാകുമ്പോ എന്നാന്ന് പറയുമ്പോ കാണിച്ചു കൊടുക്കാം. ഇതാകുമ്പോ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടായത് ക്ലീനിങ്.
ഇത് ഒരു റൗണ്ടും കൂടെ ചെയ്യാനേ പറ്റുള്ളൂ, ഇത്രേ ഉള്ളത്. ഇനി നമുക്കിതേ ഈ വിളങ്ങീനില്ലേ, ഇതേ അത് ഒരു കോലിവിടെ വെച്ചിട്ടുണ്ട്. ആ കോലയിലൊന്ന് ചുറ്റാം. അല്ലെങ്കിൽ ഞാൻ കയ്യിൽ സ്വല്പം വെളിച്ചെണ്ണ പുരട്ടിയേച്ചാട്ടോ ഇതിൻ്റെ പരിപാടി തുടങ്ങിയേക്കണതാ. കയ്യിൽ വെളിച്ചെണ്ണ ഞാൻ തൂത്തായിരുന്നു. വിളഞ്ഞും കയ്യിലേക്ക് അധികം ആവൂല, കുറച്ചൊക്കെ കിട്ടും, എന്നാലും ഒരുപാടാവൂല. വളരെ പോഷകഗുണമുള്ള ഒരു ഫലമാണ് ചക്ക. ചക്ക പച്ചച്ചക്കയായിട്ടും പഴുത്ത ചക്കയിലും എല്ലാം ഒത്തിരി പോഷകഗുണങ്ങളുണ്ടെന്ന് നമ്മൾ ഒരുപാട് വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട് അല്ലേ? ഇനി നമുക്ക് കട്ട് ചെയ്യണം, ജസ്റ്റ് എടുത്താലോ? എടുക്കാം. ഇനി വളരെ സിമ്പിളാ. ഇങ്ങനെ ദേ അതിന്റെ തൊണ്ടങ്ങ് ചെത്തിക്കളഞ്ഞാൽ മതി. അതെ, ജസ്റ്റ് ഇപ്പം ഇങ്ങനെയാകുമ്പോൾ സൗകര്യം ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ വലിയ പാടാണ് ക്ലീൻ ചെയ്യാൻ. ഇതാകുമ്പോൾ വളരെ ഈസിയാണ്. അതെ, പഴുത്ത ചക്ക കൊണ്ട് ഉണ്ടാക്കാവുന്ന വിഭവങ്ങൾ അനവധിയാണ് അല്ലേ? നമ്മൾ കുറെ കഴിഞ്ഞ വർഷം ഒറ്റ എപ്പിസോഡ് കൊടുത്തിട്ടുണ്ടല്ലേ? അതെ, ചക്കയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഭവങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യണേ. നമ്മൾ കാണിച്ചിട്ടില്ല? ഒത്തിരി 10-16 ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ചക്ക വറുത്തത്, പഴച്ചക്ക കൊണ്ടുള്ള ചക്ക വരട്ടിയത്, പിന്നെ ചക്ക വിളയിച്ചത്, കുമ്പിളപ്പം, പിന്നെ ചക്ക അലുവ എന്ന് തുടങ്ങി ഒരുപാട് ഒട്ടനവധി വിഭവങ്ങൾ നമുക്ക് ചക്ക വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഒരു കാര്യം, ഇതിങ്ങനെ നമ്മൾ സർക്കിളാക്കി കാണിച്ചില്ലേ, എന്നിട്ട് ഇതേ പീസാക്കി ചെയ്ത് കുഞ്ഞിലങ്ങനെ കട്ട് ചെയ്ത് കളയും. കുഞ്ഞില, നടുക്കുള്ള സാധനം, നടുക്കുള്ളത് കുഞ്ഞിലല്ല കുഞ്ഞില. എന്നിട്ട് ചെറുതാക്കി അങ്ങ് വെള്ളത്തിലേക്ക് വേണോട്ടോ ഇടാനിതാ, അല്ലെങ്കിൽ കറയിളകും. അത് കളയാൻ മറക്കരുത്. അത് ചിലരത് യൂസ് ചെയ്യും, പക്ഷെ അത് വെന്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഇടികളിൽ ചതയ്ക്കുമ്പോഴേ അത് ഇങ്ങനെ ചതഞ്ഞ് കിട്ടൂലെന്നേ. അത് കാരണം ഞാനത് കളയും, കുഞ്ഞിയൊക്കെ ഇടയാണെങ്കിൽ. ഇതേ ജസ്റ്റ് ഇത് ഇങ്ങനെ വളരെ എളുപ്പമാണ് കേട്ടോ. കത്തിയുണ്ട്, വെട്ടുകത്തിക്ക് നല്ല മൂർച്ചയുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇനി കത്തിയും കൊണ്ടൊന്ന് പോളിഷ് വൃത്തിയാക്കിയാൽ മതി. അരികൊക്കെ മറ്റത് ചിലപ്പോൾ തൊണ്ട് കത്തി കൊണ്ട് മുറിക്കാൻ ഇച്ചിരി കടുപ്പം ഉണ്ടായിരുന്നു. ഞാൻ 2 ചെയ്ത് കൂടുതൽ കാമ്പുള്ളതിലേക്ക് കയറിയപ്പോൾ ഭയങ്കര പാട്, കത്തിയുടെ മൂർച്ച പോകും ചിലപ്പോൾ. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്ത അതൊക്കെ ഓരോ ഇതനുസരിച്ച് അങ്ങ് ചെയ്തോളുക അല്ലേ? ക്ലീനിങ്ങും ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ എങ്ങനെയാന്നുള്ളത്. ക്ലീൻ ചെയ്ത് വെക്കണത് കൂഞ്ഞില് ഇവിടെ വെള്ളത്തിൽ കിടപ്പുണ്ട് വൻ. ഇത് നമുക്കിങ്ങനെ ഈ പാകത്തിന് ഇത് വേവിച്ച് വെച്ച് ഇപ്പം ഞാൻ ഫുള്ളിന്ന് എടുക്കും. ഫുള്ള് എടുക്കണ്ടെന്നുള്ളവർ കംപ്ലീറ്റ് ആദ്യം അങ്ങ് വേവിച്ചെടുക്കുക. എന്നിട്ട് വേവിച്ച് വെച്ച് കണ്ടെയ്നറിലാക്കി ഉപയോഗിക്കണില്ല എന്നുള്ള ഭാഗം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ എടുക്കാം കേട്ടോ. ചതച്ച് തോരനുണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ള് എടുക്കണ്ട. ആകെ ഇത്ര ഉള്ളൂ. ഇത് നമുക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. 2 നേരത്തേക്കുള്ളതേ ഉള്ളൂ. അതെ, രുചി ആയതുകൊണ്ട് എല്ലാവരും കഴിക്കൂ. ചക്കയെ പറ്റി എത്ര വിശേഷങ്ങൾ പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ വിഷുവിന് വരെ കണിക്കൊന്നയുടെ ഒപ്പം കണി കാണാനായിട്ട് വെക്കുന്ന ഒരു ഐറ്റമാണ് ചക്ക. കറയിളകിയിട്ടുണ്ട്. വെള്ളത്തിലിട്ടാലും കറയിളകും. ഈ കഞ്ഞിവെള്ളത്തിലിട്ടാൽ നല്ലതാണ്. കഞ്ഞിവെള്ളം ആയില്ല, അല്ലെങ്കിൽ ഞാൻ കഞ്ഞിവെള്ളം എടുത്തോണ്ട് വന്നേ. കയ്യിലെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഈ വെളിച്ചെണ്ണ തൂത്തേച്ച് പണിയാൻ ഇതിനിട്ട്. വെളിച്ചെണ്ണ തൂത്താലും കുറച്ചൊക്കെ വിളങ്ങിയും പറ്റും. അത് പിന്നെ നമ്മൾ ഇതെല്ലാം ക്ലീനിങ്ങും പരിപാടിയും കഴിഞ്ഞ് കഴിയുമ്പോൾ വെളിച്ചെണ്ണ തൂത്ത് സോപ്പിട്ട് കഴുകിക്കളയുക. ഇതേ 15 മിനിറ്റും കൊണ്ട് പരിപാടി കഴിഞ്ഞില്ലേ നോക്കിയത്. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നമ്മൾ 2-3 പ്രാവശ്യം. അപ്പോൾ തവണയെന്നൊന്നുമില്ല, ഒരു ക്ലീൻ ആവുന്നവർ 2 പ്രാവശ്യം കഴുകിച്ച് വെള്ളം മാറ്റി നമുക്ക് വേവിക്കാൻ വയ്ക്കാം. കഴുകിയെടുത്തു. ഇനി നമ്മൾക്ക് പ്രഷർ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. പെട്ടെന്ന് കഴിയും. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒരു 2-3 ആവർത്തി കഴുകി ഒരു അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, നകക്ക വെള്ളം വേണ്ട, കാരണം ഇത് പെട്ടെന്ന് വേവും. വെള്ളം ഒഴിച്ച് പ്രഷർ പാനിലേക്ക് വെച്ചു. ഞാനൊരു പുതിയ പ്രഷർ പാൻ വാങ്ങിച്ചതാണ് കേട്ടോ. പ്രസ്റ്റീജിൻ്റെ പുതിയ പ്രഷർ പാനാണ്.
അതിന് ലിറ്റർ അതിൽ കാണിക്കണില്ല എത്രയാണെന്ന് നോക്കിയിട്ട്. അപ്പം എനിക്ക് കോമ്പാക്റ്റ് ആയിട്ട് നോക്കിയത് ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ കണ്ടു, ഞാനത് എടുത്തോ. ഇത് 20% ഓഫറിനാട്ടോ എടുത്തതാ. ഇനി നമുക്കിതേ മഞ്ഞൾപ്പൊടി ഞാനിട്ടു. ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് 2 വിസിലടിപ്പിച്ചാൽ മതി. നേരത്തേക്കും വെന്തോളും. ഇടിഞ്ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മൂപ്പ് കുറവുള്ളതല്ലേ, അപ്പം വേഗം വെന്തോളും. അപ്പം നമുക്ക് ഇനി ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്ത് അടച്ച് വയ്ക്കും. അടയ്ക്കുവാണേ. അടച്ചോ? പുതിയതായതുകൊണ്ട് സ്വല്പം മുറുക്കൊണ്ട് വലിച്ചടയ്ക്കണം. ഒരു 2-3 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ലൂസായി പോകും. ഇതിൽ നമ്മൾ വെയിറ്റ് ഒക്കെ ഇടണം. പിന്നെ വെയിറ്റ് ഇടണം. ആവി വരട്ടെ, നേരം വെയിറ്റ് ഇടണം. 2 വിസിൽ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് വെള്ളം അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം. അങ്ങനെ നമുക്ക് ഇടിഞ്ചക്കയുടെ വേവൊന്ന് നോക്കിക്കളയാം. വെയിറ്റ് ഒക്കെ ഞാൻ എടുത്തു കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട്. ഞാനൊന്ന് കൈ കൊണ്ട്, ചൂടാണല്ലോ, കൈ കൊണ്ട് എടുക്കാൻ ചൂടായിരിക്കും. ജസ്റ്റ് ഒന്ന് ചൂടല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഭയങ്കര ആവി ഉറങ്ങും ചൂട്. ഇത് നമുക്ക് വെള്ളം എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യണം കേട്ടോ. നോക്കട്ടെ, ഞാൻ എന്നാണെങ്കിലും ചിലപ്പോൾ ഇച്ചിരി വെള്ളം അടിയിൽ കാണും. ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് കോരി എടുക്കാം, അന്നേരം വെള്ളം കാണിക്കാം. ഈ തുളയും കയ്യിൽ അങ്ങ് കോരിയാൽ കുഴപ്പമില്ല. ഇങ്ങനെയുണ്ട്. ഞാൻ ഇത് ഇവിടെ വെച്ചേച്ചതേ ഇച്ചിരി വെള്ളമുണ്ട്. ഇത്ര വെള്ളമുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ഇത്രയും വെള്ളം ബാക്കിയുണ്ടായിരുന്നു. ഞാനിങ്ങനെ മാറ്റിയെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് മറിച്ചെടുക്കാം. വെള്ളമൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണെന്നറിയാമോ? ഇത് ചൂടുണ്ട്, സ്വല്പം ഒന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ചതച്ചെടുക്കണം. ഇത് 2-3 തരത്തിൽ ചെയ്യാം. ഒന്ന്, ഇത് ഇടികല്ലും ചതകല്ലും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ജസ്റ്റ് കൂടുതൽ ഇതായി കഴിഞ്ഞാൽ അട പോലെ ആയി പോകും കേട്ടോ. അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിയും മുളകും ചതയ്ക്കണ കുഞ്ഞ് കല്ലില്ല, ഇടികല്ല്, ആ കല്ലിൽ ചതച്ചെടുക്കുക. ഇല്ലെങ്കിൽ അരയ്ക്കണ കല്ലുള്ളവര്, പുള്ളക്കല്ലും അമ്മിക്കല്ലും കൂടെ ഉള്ളവര് അതിൽ ചതച്ചെടുക്കുക. അപ്പം 3 മെത്തേഡ് ചെയ്യാം. മിക്സിയിൽ ഈ കല്ലുകളില്ലാത്തവർ മാത്രം മിക്സിയിൽ ചെയ്താൽ മതി. മിക്സിയിൽ എത്ര കണ്ട് ശരിയാവുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ മിക്സി ചെയ്യാറില്ല, ഇടികല്ലിലാണ് ചെയ്യാറ് കേട്ടോ. അപ്പൊ നമുക്കത് തണുത്ത് കഴിയുമ്പോ ചതച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പൊ ഈ കൂടെ ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞേക്കാം. തോരന് വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു മുറി തേങ്ങ പരവരാന്ന് ചേർത്ത്, നല്ല വിളഞ്ഞ തേങ്ങ കേട്ടോ. ഇതിന് ഈ ഇളവൻ തേങ്ങ ചേർക്കരുത് കേട്ടോ. വിളഞ്ഞ തേങ്ങ ടേസ്റ്റ് കൂട്ടാൻ നല്ലത്. പിന്നെ ഒരു 5-6 ദളം 6-7 ദളം ചെറിയ ചുവന്നുള്ളിയാണ് കിട്ടിയത് ഇത്തവണ. ആ ചുവന്നുള്ളി, 3-4 ദളം വെളുത്തുള്ളി, ഒരു പിഞ്ച് വേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ചേർത്തോളാം. നമ്മൾക്ക് ഇവിടെ ഈ തോരൻ അപ്പയ്ക്ക് അധികം എരിവ് ഇഷ്ടമല്ല. നമുക്ക് ആർക്കും അധികം എരിവ് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ, ടീസ്പൂൺ അല്ല, സ്പൂൺ കാണിച്ചു തരാം. ആ സ്പൂണിനുള്ള മുളക് പൊടി എടുത്തേക്കണം. സ്പൂൺ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മുളക് പൊടി ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നാണ്. അതിൽ ഈ സ്പൂണിന് വടിച്ചാണ് ഞാൻ മുളക് പൊടി ചേർത്തേക്കണം. മതി. ഇത് നമുക്ക് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ഒരു തരി വെള്ളം ഒഴിച്ചേച്ച് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. തോരൻ ഒതുക്കുന്നത് പോലെ അത് ഇവിടെ ഇരിക്കട്ടെ. ഒതുക്കിയെടുത്തേച്ച് പിന്നെ റെഡിയാക്കാം. ഞാനിങ്ങനെ ഈ കുഞ്ഞിടികല്ലിൽ ഇട്ട് ചതച്ചത് അതിൽ ചെരുവത്തിലേക്ക് മാറ്റിയേക്കണതാണ്. ജസ്റ്റ് നിങ്ങളെ പ്രേക്ഷകരെ ഒന്ന് ചതക്കണത് കാണിക്കാം. ഇത്രേ ഉള്ളൂ. നമുക്കത് ഒതുക്കിയാലോ? ഒതുക്കാം. തേങ്ങ, ഉള്ളി എല്ലാം കൂടെ അങ്ങ് ഇടാം. വേപ്പില ഒതുക്കാൻ ഇടണ്ട കേട്ടോ. നമുക്ക് അല്ലാതെ കടുക് ഉറക്കുമ്പോൾ ഇടാം. ഞാനങ്ങ് മാറ്റി വെക്കാം. വേപ്പില എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. എങ്ങനെ കിടന്നാലും കുഴപ്പമില്ലേ. ഒതുക്കി എടുത്തുകൊണ്ട് ഒരു പൊടിക്ക് വെള്ളം ഒഴിക്കണം. അത് കാണിക്കുക എന്തോരാന്നുള്ളത്. വേപ്പില ഇങ്ങോട്ട് വെക്കട്ടെ കേട്ടോ. ഇച്ചിരി വെള്ളം ഇതിൽ ഒഴിച്ചുകൊണ്ട് വരാം. കാണാം. പൊടിക്ക് അത് മതി. അഞ്ഞു വെക്കുക. നമ്മൾ ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കാൻ പോവാ. ചീനച്ചട്ടിയിൽ വെള്ളം വറ്റി എണ്ണ ഒഴിച്ച്, ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിക്കണം കേട്ടോ. ടേസ്റ്റ് ഉണ്ടാകണം. വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഒഴിച്ചിട്ട് ഒരു
4 കടുകങ്ങ ഇടാം. അത് പൊട്ടിക്കഴിയുമ്പോൾ എണ്ണ മൂത്തത് അറിയാലോ. എന്നിട്ട് നമുക്ക് തേങ്ങ ഒതുക്കിയത് ഒന്ന് ചൂടാക്കണം. അപ്പോൾ അത് തോരൻ പോലെ തന്നെ, വ്യത്യസ്തതയൊന്നുമില്ല. അതിൻ്റെ കൂടെ ഒരു സ്വല്പം വേപ്പില അങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. തേങ്ങ ഇടുക കേട്ടോ. അതെ, അരപ്പ്. തേങ്ങ ഉരുക്കിയിടാം. ഞാൻ പറഞ്ഞിട്ട് ഉരുക്കിയത് എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ പറയേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇല്ല, ശരിക്കും ഫ്രഷ് ഇടിഞ്ചക്ക ആണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഒരു വാടലും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഫ്രഷായിട്ട് ഇപ്പോൾ എല്ലാവർക്കും കിട്ടില്ലല്ലോ. ഷോപ്പുകളിലൊക്കെ മേടിക്കുന്നവരാണെങ്കിലും പരമാവധി അധികം വാടലൊക്കെ ഇല്ലാത്തത് മേടിക്കാൻ ശ്രമിക്കുക അല്ലേ. അപ്പം മാളുകളിലൊക്കെ ആണെങ്കിൽ ഫ്രഷ് കിട്ടും. ഷോപ്പുകളിൽ വടാതിരിക്കാനാണെങ്കിൽ വളരെ നല്ലത്. പിന്നെ വീടുകളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഏറ്റവും നല്ലത് അല്ലേ. ഫ്രഷ് പറിച്ച് കിട്ടുന്ന നല്ല രുചിയായിരിക്കും. പിന്നെ നമുക്ക് ഇടിഞ്ചക്ക ചതച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക ഇതിലേക്ക് ചേർത്ത് സിമ്മിലാണോ ഇപ്പം ഇട്ടിരിക്കുന്നത്? അതെ. ഈ അരക്കുമായിട്ട് മൊത്തം ഒതുക്കി മിക്സ് ആവണം. മൊത്തം മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കാം കേട്ടോ. നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർന്നപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ടാവും. നമുക്ക് പോരായ പരിഹരിക്കാം. ശരിക്കും ഇളക്കി മിക്സ് ചെയ്ത് കേട്ടോ. തേങ്ങയും തേങ്ങയും ഇടിഞ്ചക്കയായിട്ട് മിക്സ്. സ്മെല്ലൊക്കെ വന്നില്ലേ? ഉള്ളിയുടെ ഒക്കെ സ്മെല്ല് വന്നു. നമുക്ക് ഉപ്പ് കുറവുണ്ട്. സ്വല്പം ഉപ്പ് നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. എടുത്തുകൊണ്ട് വരട്ടെ. ആയിട്ടാ ചേർക്കണം. പൊരായിക്കുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. പൊരായിക്കുണ്ടെങ്കിൽ ഇച്ചിരൂടെ നമുക്ക് ചേർക്കാം. കൂടിപ്പോയാൽ വിഷയമാവില്ല. ഞാനൊന്നും ചെയ്യാനില്ലല്ലോ. നല്ല സ്മെല്ല്. അരപ്പക്കം മുട്ടയിൻ്റെ മിക്സായില്ലേ കേട്ടോ. ഇത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ചോറിനാൻ തോന്നും. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. എന്നിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് വേണം. അങ്ങനെ നമ്മുടെ ഇടിഞ്ചക്ക തോരൻ്റെ നമ്മുടെ കിച്ചണിൽ ഉച്ച 12:30 റെഡി ആയിരിക്കണം. 12:35. ഈ ചോറ് നമുക്ക് വാർത്താൽ മതി. അപ്പം പിന്നെ നമുക്ക് വേറെ ഒഴിച്ചുകറികളൊക്കെ ഇരിപ്പുണ്ട്. വളരെ സ്വാദിഷ്ടമാണ്. അതേ സ്വല്പം ഒന്ന് കൊതിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഞാൻ ഉപ്പൊക്കെ നോക്കിയായിരുന്നു. ചെയ്ത് നോക്കിയേ. ചൂട് ചെറുതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇടിഞ്ചക്ക ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇടിഞ്ചക്കത്തോരൻ ഉണ്ടാക്കുമ്പോൾ ചിലർ സ്വല്പം ജീരകം ചേർക്കും. ഇവിടെ ആർക്കും ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇടിഞ്ചക്കയ്ക്ക് ഇടുന്നത് പ്രത്യേകിച്ച് ഇഷ്ടക്കുറവാണ്. അതുകൊണ്ട് ഞാൻ 2 തരം ഉള്ളിയും മഞ്ഞപ്പൊടി, മുളക് പൊടി, തേങ്ങ ഇത്രേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അടിപൊളി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു വട്ടം ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ടിക്ക് ചെയ്യുക. അപ്പോൾ ഓരോ തവണ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ. നമ്മുടെ അടിപൊളി ആവി പറക്കുന്ന ഇടിഞ്ചക്ക തോരൻ സ്വാദിഷ്ടമായ അതെ നമ്മുടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരെയും കൊതിപ്പിക്കാനാണ് ഇങ്ങനെ കാണിക്കണേ. നല്ല ആ സ്മെല്ല് കൊണ്ട് തന്നെ നമുക്ക് സ്മെല്ല് ക്യാമറയിൽ കിട്ടൂല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ടേസ്റ്റ് ചെയ്യാൻ അറിയാൻ പറ്റും. അതെ, ഇട്ടാൽ മതിയോ? മതി.